ഫൗളാണ്. നീരജിന്റെ 4ാമത്തെ ത്രോയും ഫൗളാണ്. ഒരുപക്ഷെ വലിയൊരു നിരാശ എന്ന് ഈ ഘട്ടത്തിലെങ്കിലും പറയേണ്ടിയിരിക്കും. കാരണം 4 ത്രോയിൽ 3 ഫൗളാണ്. സെക്കൻഡ് ത്രോയിൽ മാത്രമാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്തിയത്. അർജുൻ 4ാമത്തെ ത്രോയും ഫൗളായി. നിരാശ അല്ലേ? അശ്വജിത്ത്, ഞാൻ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ത്രോയും ഫൗൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരാശയുണ്ട്. കാരണം സ്വർണ്ണമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സ്വർണം ഓരോ ത്രോ കഴിയുമ്പോഴും സ്വർണ്ണമില്ല എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ കാണുന്ന സമയത്ത് അത് വലിയ രീതിയിൽ നിരാശയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു മെഡൽ നേട്ടവുമായിട്ട് മടങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും എല്ലാവരും ഉള്ളത്. ആ മെഡൽ നേട്ടം അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമല്ലോ എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പാകിസ്ഥാൻ താരം ഇതാ ഇപ്പോൾ വീണ്ടും ത്രോ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ റെക്കോർഡ് തിരുത്തി കുറിക്കുമോ, ആ 92 മുകളിലേക്ക് എറിയുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ള കാര്യം കൂടി അറിയണം. ഇനി ഇദ്ദേഹം 92 മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. മറ്റുള്ള താരങ്ങൾക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ത്രോ കൂടി ആകാംക്ഷയോടെ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് സാധിക്കും. ഇല്ല, 80-ന് താഴെയാണ് അദ്ദേഹം ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. അതായത് ആ 92 എന്നുള്ള ആ ഒരു സ്കോറിലേക്ക്, ആ ഒരു ദൂരത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ എത്താൻ സാധിക്കില്ല. മാത്രമല്ല ആദ്യത്തെ ആ ഒരു 3-4 ത്രോ കഴിഞ്ഞപ്പോൾ തന്നെ പലരും പല ഘട്ടങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും നിരാശയുണ്ട്. താരങ്ങളുടെ തന്നെ ആത്മവിശ്വാസങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് അവരുടെ പ്രകടനത്തിലും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അർഷാദ് നദീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും മികച്ച ത്രോ എടുത്തു കഴിഞ്ഞു. ഇനി മറ്റ് 2 ത്രോകൾ കൂടി ഏതെങ്കിലും താരം എറിഞ്ഞാലും അത് 92 മുകളിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അത്രയും മികച്ച രീതിയിൽ ആ 2ാമത്തെ ത്രോ അദ്ദേഹം എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ മത്സരം നോക്കിക്കഴിഞ്ഞാൽ, ഈ ജാവലിൻ ത്രോയുടെ ഫൈനൽ നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തെ ത്രോ എന്ന് പറയുന്നത് ഓരോ താരത്തെ സംബന്ധിച്ചും നിർണായകമാണ്. ഇപ്പോൾ അർഷാദ് നദീം ഏറ്റവും മികച്ച ത്രോ ആയിട്ടുള്ള 92 എടുത്തത് 2ാമത്തെ ത്രോയിലാണ്. നമ്മുടെ ഗോൾഡൻ ബോയ് കൂടിയായിട്ടുള്ള നീരജ് ചോപ്ര അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ത്രോയിലാണ്. അദ്ദേഹത്തിൻ്റെ സീസണിൽ ബെസ്റ്റ് സ്കോറിലേക്ക് 89-ന് മുകളിലേക്ക് അദ്ദേഹം എറിഞ്ഞ് വെള്ളിയെങ്കിലും ഉറപ്പാക്കി വെച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും അത് മറികടക്കാൻ സാധിക്കുമോ? ഇനി ആ ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇനിയുള്ള ത്രോ അത് 92 മുകളിലേക്ക് എറിയാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് ഇപ്പോഴും ആ സ്വർണ്ണം എന്നുള്ള കാര്യം മങ്ങിയിട്ടില്ല. അതിന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ താരത്തിൻ്റെ ആ സ്കോറ് നമുക്കൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും സ്വർണ്ണമില്ല, വെള്ളി എന്നുള്ള ഒരു ഘട്ടത്തിലാണ്. 2ാം സ്ഥാനത്താണ് നിലവിൽ നീരജ് ചോപ്രയുള്ളത്. ഇതിനു മുൻപെല്ലാം തന്നെ പല രീതിയിൽ ഡോമിനൻസ് നടത്തിയ താരമാണ് ഇപ്പോൾ 2ാം സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ നീരജ് ചോപ്ര. അത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ആളുകൾക്കുണ്ട്. ഈ അത്രയും ആൾക്കൂട്ടം ഈ സ്ക്രീനിലേക്ക് മാത്രം നോക്കി നിൽക്കാനുള്ള ഒരൊറ്റ കാരണം ഇനി ത്രോ ബാക്കിയുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്കോറ് അത് പുതുക്കി അത് മികച്ച സ്കോറാക്കി മാറ്റാൻ സാധിക്കും. തീർച്ചയായും അർജുൻ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ സ്ക്രീനിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത 2 ത്രോകൾ അത് വലിയ പ്രതീക്ഷകളുടേതാണ്. കാരണം 90 മാർക്ക് എന്നുള്ളത് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 2 ത്രോയിലൂടെ നീരജ് ഉന്നമെടുത്തത്. 92